പശ്ചിമേഷ്യയിലെ നിലവിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും സമാധാന ശ്രമങ്ങളിലും ഇന്ത്യ വഹിക്കുന്ന പങ്ക് ആഗോള നയതന്ത്ര വൃത്തങ്ങളിൽ ഇന്ന് സജീവമായ ഒരു ചർച്ചാ വിഷയമാണ്. ഇന്ത്യയുടെ നിലവിലെ വിദേശ നയം ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായയെ മോശമായി ബാധിക്കുന്നു എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം നയതന്ത്രജ്ഞർ ഒരു വശത്തുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം പ്രാദേശിക തർക്കങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും ഇന്ത്യ വിട്ടുനിൽക്കുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനമെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വിപരീത വീക്ഷണവും ശക്തമാണ്. ഈ ഇരുപക്ഷവാദങ്ങൾക്കപ്പുറം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ആഴവും തന്ത്രപരമായ നീക്കങ്ങളും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇത്തരം ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ചോദ്യം പശ്ചിമേഷ്യയിൽ ഒരു മധ്യസ്ഥന്റെ പങ്ക് വഹിക്കാൻ ഇന്ത്യ യഥാർത്ഥത്തിൽ സന്നദ്ധമായിരുന്നോ എന്നതാണ്. എന്നാൽ മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കാതെ ഇന്ത്യ ബോധപൂർവം വിട്ടുനിൽക്കാനെടുത്ത തീരുമാനം ഡൽഹിയുടെ നയതന്ത്ര ദുർബലതയുടെ ലക്ഷണമല്ല, മറിച്ച് അതൊരു മികച്ച തന്ത്രപരമായ തിരഞ്ഞെടുപ്പായിരുന്നു. ചരിത്രപരമായ വിദ്വേഷങ്ങളും കടുത്ത രാഷ്ട്രീയ സങ്കീർണതകളുമുള്ള ഇത്തരം യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ മധ്യസ്ഥത വഹിക്കുക എന്നത് ഉയർന്ന അപകട സാധ്യതയുള്ളതും എന്നാൽ വളരെ കുറഞ്ഞ പ്രതിഫലം മാത്രം നൽകുന്നതുമായ ഒരു സംരംഭമാണ്. കാരണം അവിടെ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വിഭാഗങ്ങളിലും ശക്തമായ സ്വാധീനമുള്ള ഒരു രാജ്യത്തിന് മാത്രമേ വിജയകരമായ മധ്യസ്ഥത സാധ്യമാകൂ. ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയുടെ വിദേശ നയം എക്കാലത്തും തന്ത്രപരമായ സ്വയംഭരണം എന്ന ശക്തമായ ആശയത്തിലാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ആഗോള സഖ്യത്തിന്റെയോ വൻ ശക്തികളുടെയോ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനേക്കാൾ സ്വന്തം രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകി സ്വതന്ത്രമായി തീരുമാനമെടുക്കുക എന്നതാണ് ഈ നയം വ്യക്തമാക്കുന്നത്. വിവിധ ചേരികളിലായി തിരിഞ്ഞു മത്സരിക്കുന്ന ഇന്നത്തെ ബഹുരാഷ്ട്ര ലോകത്ത് ഈ സമീപനം ഇന്ത്യക്ക് വലിയൊരു തന്ത്രപരമായ ഇടം നൽകിയിട്ടുണ്ട്. വിഭജനങ്ങൾക്കിടയിലൂടെ വിദേശ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും ഒരേ സമയം വിപരീത ധ്രുവങ്ങളിലുള്ള വൻ ശക്തികളുമായി ഇടപഴകുന്നതിനും ഇത് ഇന്ത്യക്ക് വഴിയൊരുക്കി. കൂടുതൽ പ്രധാനമായി ഡൽഹിയെ അതിന്റെ താൽപര്യങ്ങൾക്ക് നേരിട്ട് ബാധകമല്ലാത്ത ആഗോള സംഘർഷങ്ങളിൽ ചെന്നു ചാടുന്നതിൽ നിന്നും അനാവശ്യ ബാധ്യതകളിൽ നിന്നും ഈ നയം എപ്പോഴും അകറ്റി നിർത്തിയിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ പരിശോധിച്ചാൽ തന്ത്രപരമായ സ്വയംഭരണം എന്നത് ഒരിക്കലും ഒരു നിഷ്പക്ഷതയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമോ ആയിരുന്നില്ല. മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന് മേലുണ്ടാകുന്ന ബാഹ്യമായ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിനൊപ്പം നയതന്ത്രപരമായ വഴക്കവും പ്രതികരണശേഷിയും മെച്ചപ്പെടുത്തുന്നതിനുള്ള സജീവമായ ഒരു ശ്രമമായിരുന്നു അത്. എന്നിരുന്നാലും നമ്മൾ ദീർഘകാലമായി പിന്തുടരുന്ന തന്ത്രപരമായ സ്വയംഭരണ സിദ്ധാന്തത്തെക്കാൾ വേഗത്തിലാണ് ഇന്നത്തെ ആഗോള രാഷ്ട്രീയ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അന്താരാഷ്ട്ര പ്രതിസന്ധികളുടെ മാനേജ്മെന്റ് പഴയതുപോലെ സ്ഥിരതയുള്ള സഖ്യങ്ങളെയോ അല്ലെങ്കിൽ മന്ദഗതിയിലുള്ള പരമ്പരാഗത നയതന്ത്ര ചർച്ചകളെയോ ആശ്രയിക്കുന്നില്ല. പകരം ഇന്നത്തെ പ്രതിസന്ധികൾ അതിവേഗത്തിലാണ് വികസിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഔദ്യോഗിക നയതന്ത്ര സംവിധാനങ്ങൾക്ക് കൃത്യസമയത്ത് പ്രതികരിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ അന്താരാഷ്ട്ര സംഭവ വികാസങ്ങൾ മാറിമറിയുന്നു. സുരക്ഷിതമായ സമുദ്ര പ്രവേശനത്തെ ഇന്ത്യ വളരെയധികം ആശ്രയിക്കുന്നുണ്ടെങ്കിലും ചോക്ക് പോയിന്റുകളിൽ നിയന്ത്രണമില്ലാത്തത് വലിയൊരു തന്ത്രപരമായ ദുർബലതയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ അനുസരിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ നടക്കേണ്ടതാണ്. എന്നാൽ പ്രായോഗികമായി 2026 ഗൾഫ് സംഘർഷങ്ങളിൽ UNCLOS അർത്ഥവത്തായ രീതിയിൽ ഒരിടത്തും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. നിഷ്പക്ഷ രാജ്യങ്ങൾക്ക് തങ്ങളുടെ കപ്പലുകൾ വഴിതിരിച്ചുവിടുകയോ നിയമപരമായ അവകാശങ്ങൾ സ്ഥാപിക്കാൻ കഴിയാതെ ഒന്നും ചെയ്യാതിരിക്കുകയോ ചെയ്യേണ്ടി വന്നു. ഇത് ഇന്ത്യയെ പോലുള്ള സമുദ്ര ഊർജ്ജ പ്രവാഹത്തെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയൊരു തന്ത്രപരമായ ആശങ്കയാണ്. ഇസ്രായേലുമായോ ഇറാനുമായോ ഉള്ള ബന്ധങ്ങളിൽ ഇന്ത്യ പരമ്പരാഗതമായി വലിയ സമചിത്തത പുലർത്താറുണ്ട്.